ഒരുപാട് പ്രോബ്ലംസും നിങ്ങൾക്ക് വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇതിനെ കുറേയൊക്കെ കൺട്രോൾ ചെയ്തും ഉള്ളിൽ സങ്കടമുണ്ട്, പക്ഷേ നിങ്ങൾ വെളിയിൽ കാണിക്കാത്ത അതേപോലത്തെ ഒരു മൈൻഡാണ് നിങ്ങളുടേത്. അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ ഒരു എനർജി, ഇപ്പോൾ നമ്മളിപ്പോൾ ഫൈസൈൻ്റെ മാത്രമല്ല, മേ ബി നമുക്ക് കിട്ടിയിരിക്കുന്ന വേറൊരു എനർജി എന്ന് പറയുകയാണെങ്കിൽ എർത്ത് സൈൻ്റെ എനർജിയാണ്. അതായത് ചില സൈൻസ് ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നതിൽ തന്നെ ചില ആൾക്കാർ ഫൈസൈനും ചില ആൾക്കാർ എർത്ത് സൈനും ഉണ്ട്. അപ്പോൾ എർത്ത് സൈൻ ആയിട്ടുള്ള ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, അപ്പോൾ ഈ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഈ രണ്ട്, അതായത് സൺ, മൂൺ, റൈസിങ് സൈൻ ആയിരിക്കാം. അപ്പോൾ ഫയർ എനർജിക്കാരെന്ന് പറഞ്ഞാൽ അവർ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് ബാക്കിലോട്ട് വെക്കും. അതേസമയം എർത്ത് സൈൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ, ഇപ്പോൾ ടോറസും വിർഗോയും കാപ്രിക്കോണൊക്കെ ആണെങ്കിൽ അവർ ഒരുപാട് ഇൻറ്റ്യൂഷൻ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് നേരത്തെ ഇതെങ്ങനെയാണ് ഈ ഒരു കാര്യം വരുന്നത്, ഇതെങ്ങനെ ഇത് എൻഡ് ചെയ്യും എന്നൊക്കെ ആദ്യം തന്നെ അവർക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ രീതിയിൽ ചിലപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ ഒരുപാട്, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഈ ഒരു റിലേഷൻ ഇങ്ങനെ. അപ്പോൾ അത് ഓൾറെഡി നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ഈ ഒരു ബ്രേക്കപ്പിലോട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു ഡിസ്റ്റൻസിലോട്ട് വന്നപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മൈൻഡിനെ സെറ്റ് ചെയ്ത് ആ ഒരു ലെവലിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ ഏകദേശം ഒരു ഡിറ്റാച്ച്മെൻറ്റ് മോഡിലോ അല്ലെങ്കിൽ അതേപോലെ ഭയങ്കര രീതിയിൽ സ്ട്രഗിൾ ചെയ്യാത്ത രീതിയിലോട്ട് നിങ്ങൾ ആ ഒരു എനർജീനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന എനർജീസ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് സൈൻസും ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിലും നിങ്ങളത് മാക്സിമം കൺട്രോൾ ചെയ്തും മറ്റുള്ളവർ അറിയാതെയും കുറേയൊക്കെ ലെറ്റ് ഗോ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടും വിഷമിച്ചുമൊക്കെ തന്നെയാണ് ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേജിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ എനർജി എന്ന് പറയുന്നത്, നിങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തിലൊക്കെ ആയിരിക്കാം സ്റ്റാർട്ടിങ് സമയത്ത്. പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചു. ഇയാളായിട്ട് നിങ്ങളുടെ ജീവിതം ഫുൾ അതില്ലാത്ത രീതിയിലൊക്കെ ആക്കി കളഞ്ഞു, മോശമാക്കി, അങ്ങനത്തെയൊക്കെ ഒരു വിചാരം നിങ്ങൾക്കുണ്ട്. അത് കറക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഇയാളിൽ ഒരുപാട് കള്ളത്തരങ്ങളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഇയാൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടും ഒക്കെ ഉണ്ട് ഈ ഒരു പേഴ്സൺ. അപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ ഈ ഒരു പേഴ്സൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യക്തി അതിൽ ഒരുപാട് വിഷമമുണ്ട് നിങ്ങളോട് കാണിച്ചതിലും. നിങ്ങളോട് മിക്കവാറും അയാൾ പലതരത്തിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്ത്, അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളൊരു ഡിസ്റ്റൻസിലായിരിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു വഴക്കോ കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അങ്ങോട്ടൊക്കെ കോൺടാക്ട് ചെയ്യാനും എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ ഈ പ്രോബ്ലം സോൾവ്